ചങ്ങായിമാരെ കുറച്ച് ആൾക്കാരുടെ വീടിന്റെ താലോന്ന് ഒരേ കമന്റാ. നീ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീഡിയോത്തെ എന്താ എന്റെ അണ്ണാക്കിൽ എന്താ പഴം കയറിയിട്ടുള്ളത്, നീ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ലെന്ന് നോക്കി. ചങ്ങായിമാരെ, രാഹുൽ മാങ്കൂട്ടല്ല, ആര് തെറ്റ് ചെയ്താലും എനിക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ ഇതൊരു പെണ്ണ് വിഷയമുണ്ട്, 2 ദിവസം കഴിയിട്ടെന്ന് കാത്തു ഞാൻ. കാരണം പെണ്ണ് വിഷയത്തിൽ എടുത്ത് ചാടി വീഡിയോ ചെയ്ത ആൾക്കാരെല്ലാം മൂഞ്ചി പണ്ടാറമടങ്ങിയ ചരിത്രം പണ്ടേ നമ്മൾ കാണുന്നതാണ്. ഇനിയിപ്പോ ഏതായാലും 2 ദിവസമായി. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതിൽ എനക്കൊരു വ്യക്തത വന്നിട്ടുണ്ട്. എന്റെ ബോധ്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്നോട് നീ ആരുടെ ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഉരുളാനും പെരളാനും കിടന്ന് തെരയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. സ്ട്രെയിറ്റ് ഞാൻ പറയാം, ഇതിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ബോധ്യമാണ്. അതിന് കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീമായാലും ശരി, എതിർക്കുന്ന ടീമായാലും ശരി, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. വ്യക്തിപരമായ ഒരാള് ഒരു പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യുന്നുണ്ടോ, സെക്സ് പരമായി സംസാരിക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ സെക്സ് ചെയ്യുന്നത് കൊണ്ടോ അതിലൂടെ ആ പെൺകുട്ടി ഗർഭിണിയാകുന്നതോ ഒരു വലിയ തെറ്റൊന്നല്ല. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷേ അതിനുശേഷം ആ ഗർഭിണിയായ പെൺകുട്ടിയോട് ആ ഗർഭം അലസിപ്പിക്കണം എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവിടെ നിന്ന് തൊട്ടിട്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അതുവരെ എനിക്കൊരു വിഷയമല്ല. അയാൾ എത്ര പെൺകുട്ടികളെ പ്രേമിച്ചാലും ശരി, അയാൾ എത്ര പെൺകുട്ടികളെ കൂടെ പോയാലും എനിക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ഗർഭിണിയായ ശേഷം അയാളുടെ നിലനിൽപ്പിന് വേണ്ടി ആ പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു വെറും വ്യക്തിയല്ലട്ടാ, അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MLA ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട്. കാരണം അദ്ദേഹം ഇതുവരെ കൊണ്ടുപോയ ഒരുപാട് നിലപാടുണ്ട്. ആ നിലപാട് വെച്ച് നോക്കുമ്പോൾ അയാൾ ചെയ്തത് പക്കാ തെറ്റാണ്. അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറച്ച് നിലപാടിലേക്ക് പോകാം. അദ്ദേഹം സ്ത്രീലമ്പടന്മാർക്ക്, പ്രത്യേകിച്ച് മുകേഷിനെതിരെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാട് സ്ത്രീ വിഷയത്തിൽ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടിട്ട് വരാലോ. വളരെ പർട്ടിക്കുലറൈസ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം. അതായത് കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനങ്ങളെ ഏറ്റവും ശക്തമായി അപലപിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ തീവ്രത ഇളക്കുന്ന യന്ത്രവുമായിട്ട് നടക്കുന്ന പാർട്ടിയല്ല ഇത് പാർട്ടി വേറെയാ. ഇത് പാർട്ടി വേറെയാണ്. ഇത് CPM-നെതിരെ അദ്ദേഹം പറഞ്ഞാണ്. രാഹുൽ മാങ്കൂട്ടം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ ശക്തമായി അപലപിക്കുന്ന വ്യക്തിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പറഞ്ഞത്. വേറെ ആരും പറഞ്ഞതല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് സ്ത്രീ വിഷയത്തിൽ അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് സ്ത്രീ വിഷയത്തിൽ നമ്മളെ മുകേഷ്, CPM-ന്റെ MLA മുകേഷിനെതിരെ പ്രസംഗിച്ച ഒരു വീഡിയോയും കൂടി ഞാൻ വെച്ചുതരാം. ഞാനിത് ആദ്യം പറഞ്ഞ മുകേഷിന് എനിക്ക് ഒരു തരി പോലും രാഷ്ട്രീയപരമായിട്ട് ഇഷ്ടമല്ലാത്ത വ്യക്തിയാണ്. അയാൾ സിനിമാ നടനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ കോമഡിയിൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അയാൾ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം രാഷ്ട്രീയക്കാരനുണ്ടാണ്ട ഒരു പക്വതയും ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സ്ത്രീ വിഷയത്തിൽ പ്രത്യേകിച്ച് സിനിമാ നടനായ മുകേഷ് എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് അതൊന്നൊരു വിഷയമല്ല. പക്ഷെ അദ്ദേഹം ഒരു ജനപ്രതിനിധി ആയി കഴിഞ്ഞാൽ, ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു MLA എന്നെല്ലാം പറയുമ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു പവിത്രതയുണ്ട്. അത് കൈകാര്യം ചെയ്തതിൽ വളരെ തോൽവിയായ ഒരു നേതാവായിട്ടാണ് ഞാൻ മുകേഷിനെ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള മുകേഷിനെതിരെ നമ്മൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാടിന്റെ രാജകുമാരൻ നടത്തിയ ഒരു പ്രസംഗം നമുക്ക് കേട്ടിട്ട് വരാം. ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം, അത് ലൈംഗിക അതിക്രമം മാത്രമല്ല, ക്രൂരമായ വയലൻസ്. ആലോചിച്ചു നോക്കൂ, സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കഠോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ മുകേഷും നമ്മുടെ ഗോവിന്ദച്ചാമിയുമൊക്കെ ഏതാണ്ട് ഒരേ ലൈനിൽ വരുന്ന ഹാബിച്വൽ ഒഫൻഡർമാരാണ് എന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വ്യത്യാസം എന്താ? ഗോവിന്ദച്ചാമി ജയിലിൽ കിടക്കുന്നു, മുകേഷ് പുറത്ത് കിടക്കുന്നു. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഗോവിന്ദച്ചാമി CPM-ന്റെ MLA അല്ല. CPM-ന്റെ MLA ആയിരുന്നു ഗോവിന്ദച്ചാമി എങ്കിൽ ആ ഗോവിന്ദച്ചാമിക്കും ആ 3 അക്ഷര ബോർഡ് വെച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്ത് കൂടി കാറിൽ ഇങ്ങനെ ചീറിപ്പായുവാൻ കഴിയുമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളെ MLA, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ MLA, ഒരു ജനപ്രതിനിധി, അയാളെ കാണാനുണ്ട്. എവിടെയാണെന്ന് പറയണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്. ഇത് തന്നെയാണ് ഇപ്പൊ നമ്മളും ചോദിക്കുന്നത്. ജനപ്രതിനിധിയായ MLA ആയ താങ്കൾ എവിടാണ്? താങ്കൾ 3 ദിവസമായി വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഒരു പത്രസമ്മേളനം നടത്തി, അതിനുശേഷം താങ്കളെ കാണുന്നില്ല. താങ്കൾ ആ പത്രസമ്മേളനത്തിൽ കാര്യമായി ഒന്നും പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് ആ പത്രസമ്മേളനത്തിന് ശേഷം വന്ന ഓരോ വീഡിയോയും പറയുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് വെറും പച്ചക്കള്ളമാണെന്നുള്ള കാര്യം. പിന്നെ താങ്കൾ പറഞ്ഞു മുകേഷ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഗർഭിണിയായ ഭാര്യയുടെ വയറിൽ തൊഴിച്ചു. വളരെ തെറ്റാണ്, വളരെ ചെറ്റത്തരാത്. പക്ഷെ താങ്കൾ ഗർഭിണിയായ താങ്കളുടെ കാമുകി അത് വിളിച്ച് പറയുമ്പോൾ ആ ഗർഭം അലസിപ്പിക്കാനാ പറഞ്ഞത്.
എങ്ങനെയെങ്കിലും പോയി അലസിപ്പിക്കാൻ വേണ്ടി. അപ്പൊ മുകേഷ് ക്രൂരനാണ്, മുകേഷ് ഗോവിന്ദച്ചാമിയുടെ മനസ്സാണെന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ ആരാണ്? ഇതൊക്കെ കാണുന്ന നിഷ്പക്ഷനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് തോന്നുക? താങ്കളെ അന്ധമായി അനുകൂലിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ലെങ്കിലും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്ക് താങ്കൾ ചെയ്തത് വളരെ തെറ്റാണെന്ന് കൃത്യമായി ബോധ്യപ്പെടും. ഞാൻ ആദ്യമേ പറട്ടെ, ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മറ്റുള്ള നിലപാടുകളിലെല്ലാം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ഇക്കാര്യത്തിൽ ഒരു കാരണം വശാലും 1% പോലും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇനി ആരൊക്കെ എന്നെ തെറി വിളിച്ചാലും എനിക്ക് എന്തൊക്കെ ഇതുകൊണ്ട് നഷ്ടമുണ്ടായാലും അതൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാനിത് പറയും. കാരണം ഞാൻ 2 ദിവസം ഇതെന്തായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നതാണ്. തെറ്റ് പറ്റിയെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടം ഇക്കാര്യത്തിൽ നിങ്ങൾ വളരെ തെറ്റാണ് ചെയ്തത്. അതിന് മെയിൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കളുടെ കാമുകിയോട് ഗർഭം അലസിപ്പിക്കാൻ കൃത്യമായി പറയുന്ന ശബ്ദരേഖയുണ്ട്. അതിൽ ആ പെൺകുട്ടി താങ്കളെ പെടുത്തിയതെന്ന് താങ്കളുടെ കോൺഗ്രസുകാർ ആരൊക്കെ പറഞ്ഞാലും അതിൽ കൃത്യമായി താങ്കൾ പറയുന്നുണ്ട് ആ ഗർഭം ഞാൻ ഏറ്റെടുക്കില്ല എന്നുള്ള ലെവലിൽ തന്നെയാണ് താങ്കൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ആ ഗർഭം അലസിപ്പിക്കാൻ തന്നെയാണ് താങ്കൾ പറഞ്ഞത്. ഇനി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അതായത് യൂത്ത് കോൺഗ്രസുകാർ തന്നെ ഇദ്ദേഹത്തെ കുറ്റം പറഞ്ഞത്, മറ്റുള്ളവരൊക്കെ പറഞ്ഞത് വിട്ടെ BJP-ക്കാർ CPM-കാരെല്ലാം ഈ ആരോപണങ്ങൾ കൊണ്ടുവന്നതെന്നാണ് കുറെ കോൺഗ്രസുകാരൊക്കെ പറഞ്ഞത്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങളുടെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഇദ്ദേഹത്തിന്റെ ഒപ്പരം ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളായ 2 ആൾക്കാർ ഇയാൾക്കെതിരെ കൃത്യമായി ഇയാൾ എന്താണെന്ന് പറയുന്ന ഒരു വോയിസും കൂടി നിങ്ങൾ കേട്ടു നോക്കുക. അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നടിച്ച കൂടുതൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പരിചയമുള്ള 2 പെൺകുട്ടികൾക്ക് രാഹുൽ മെസ്സേജ് അയച്ചിരുന്നുവെന്നും അവർ പിന്നീട് സംഘടന തന്നെ വിട്ടുവെന്നും യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ആഷിഖ് കാരോട്ടിൽ പറഞ്ഞു. വൃത്തികെട്ടവനെ ചുമക്കേണ്ട കാര്യമില്ലെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറിയാൻ ജോർജും പ്രതികരിച്ചു. ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന 2 പെൺകുട്ടികളുണ്ട്. പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയച്ച കേസൊക്കെ പറഞ്ഞു നടന്ന പെൺപിള്ളേരൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2 പേരുണ്ട് ഈ പറഞ്ഞ ഈ തരത്തിൽ മെസ്സേജ് അയച്ച് അവർ ഫസ്റ്റ് ടൈമിൽ തന്നെ ഒഴിവാക്കിയിട്ട് അവർ 2 പാർട്ടി പ്രവർത്തനം നിർത്തിപ്പോയി. ഇതൊക്കെ പറഞ്ഞ് നടന്നിരുന്ന പെൺപിള്ളേരാണ്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ സാധനം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റ് ചെയ്ത് ന്യായീകരിക്കലല്ല ഇവിടെ ഉള്ളൊരു പണി. അതിനോട് ആർക്കും സമയമില്ല. നമ്മുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരുത്തൻ ഏറ്റവും മെനേഡ് കാണിച്ചിട്ട് പിന്നെ അവനെ നമുക്ക് ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം പേഴ്സണലായിട്ട് അറിയാവുന്ന 2 പെൺകുട്ടികളും നിങ്ങൾ പറഞ്ഞു. ഈ ഗ്രൂപ്പിലുള്ള ഒരു 70% ആളുകൾക്കും പരിചയമുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ പരാതികൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെയുള്ള പരാതികളെ പറ്റി നേരത്തെ അറിഞ്ഞിരുന്നു. മിണ്ടാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ മറ്റേ ബന്ധഗോപുരം ഇടിഞ്ഞു വീഴുന്നുള്ള രീതിയിലായിരുന്നല്ലോ നിലപാടുകൾ. ഇത്തരം വൃത്തികെട്ടവനെയൊക്കെ നമ്മൾ എന്തിനാ ചുമക്കണേ? സത്യം പറഞ്ഞ് ഇവരെ പോലെ ആയിരിക്കണം പൊതുപ്രവർത്തകർ. കാരണം തെറ്റ് ചെയ്തവനെ എന്തിനാണെന്നേ ചുമക്കുന്നത്? ആര് തെറ്റ് ചെയ്താലും എതിർക്കണം. നമ്മളെ കൂടെയുള്ളവർ തെറ്റ് ചെയ്തിട്ട് നമ്മൾ എതിർത്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർ തെറ്റ് ചെയ്ത് എതിർക്കുക? ഇപ്പം പറഞ്ഞ മുകേഷ് തെറ്റ് ചെയ്തില്ലേ, BJP-ക്കാർ തെറ്റ് ചെയ്തില്ലേ? തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്ത എല്ലാവരും ചട്ടകളാണ്. പക്ഷെ അവര് തെറ്റ് ചെയ്തുകൊണ്ട് നമുക്കും അതുപോലെ തെറ്റ് ചെയ്യാമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ സംസ്കാരമെങ്കിൽ അത് വളരെ തെറ്റാണ്. അങ്ങനെയല്ല കോൺഗ്രസിന്റെ സംസ്കാരം എന്നാണ് എന്റെ ഒരു ധാരണ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ പെൺകുട്ടികളെ, ഈ പരാതി പറഞ്ഞ പെൺകുട്ടികളെയൊക്കെ വല്ലാതെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുന്ന കോൺഗ്രസ്സുകാരോട്, അതായത് അന്ധമായ ആരാധന കൊണ്ട് നടക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തോട് അന്ധമായ ആരാധന കൊണ്ട് നടക്കുന്ന കോൺഗ്രസോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളതൊന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും ആരാണ് തെറ്റുകാരെന്ന്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, എന്നെ ന്യായീകരിക്കേണ്ട ചുമതല എല്ലാ കോൺഗ്രസ്സുകാർക്കുള്ളത്, അതുകൊണ്ടാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് സ്ഥാനം വെടിഞ്ഞതെന്നാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട യാതൊരു കാര്യമില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുക തന്നെ വേണം. അതായിരിക്കണം നിലപാട്. അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ്സുകാർ എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ആരൊക്കെ തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അവരോട് ശക്തമായി, വേറെ ഏത് പാർട്ടിക്കാരെ ശരി, അവരോട് മുഖത്തോട് മുഖം നോക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അവരോട് പറയാം, നമ്മൾ കാണിച്ച മാതൃക, ഈ മാതൃക നിങ്ങൾക്ക് തുടരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വൻ പരാജയമാണെന്ന്. എല്ലാത്തടത്തോളം കാലം മുകേഷ് തെറ്റ് ചെയ്തില്ലേ, BJP-ക്കാർ തെറ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഒന്നാമത് നിങ്ങളെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടും പിന്നെയും അദ്ദേഹത്തെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായ ഒരു പരിപാടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇനി ഇത് എന്നെ അനുകൂലിച്ചാലും ശരി, അനുകൂലിച്ചില്ലെങ്കിൽ ശരി, ഇത്രയെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു ചാറ്റ് ചെയ്യുന്നതുകൊണ്ടോ, ഒരു പെൺകുട്ടിയുടെ ഫോൺ വിളിക്കുന്നതുകൊണ്ടോ, ആ പെൺകുട്ടിയുടെ സെക്സ് ചെയ്യുന്നത് കൊണ്ടോ, ആ പെൺകുട്ടി ഗർഭിണിയാകുന്നത് കൊണ്ടോ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനുശേഷം ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി നിർബന്ധിച്ചിട്ട് അലസിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് പൊറുക്കാത്തതാണ്. അതൊരു മനസ്സാക്ഷിക്ക് പൊറുക്കാത്തതാണ്. അതൊരിക്കലും പൊറുക്കപ്പെടേണ്ടതുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.